വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. തൃശൂർ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തതിലെ പ്രതിഫല പ്രശ്നത്തിൽ പരസ്യ വിമർശനം ഉന്നയിച്ച് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പരിപാടിയിൽ പങ്കെടുത്തതിന് തനിക്ക് ധനനഷ്ടമെന്നും കവി. പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ വഴിയരികിൽ നിർത്തിയിരുന്ന ബൈക്കിന് തീ പിടിച്ച സംഭവം. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാലക്കുടി പരിയാരം സ്വദേശി 25 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ചരിഞ്ഞു. വെറ്റിലപ്പാറ 10ാം ബ്ലോക്കിലാണ് സംഭവം. കണ്ടെത്തിയത് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം. പാലപ്പള്ളിയിൽ ഇന്നും കാട്ടാന ആക്രമണം. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതുമൂലം കേരളത്തിലെ ജനങ്ങളുടെ ആനുകൂല്യങ്ങളാണ് നൽകാൻ കഴിയാതെ വരുന്നതെന്നും ഗോവിന്ദൻ. നമസ്കാരം, ഞാൻ ശോഭ ജയദേവൻ. വിശദമായ വാർത്തയിലേക്ക്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഫല പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ 2 മണിക്കൂർ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിച്ചതിന് പ്രതിഫലമായി നൽകിയത് 2400 രൂപയാണെന്നും 3500 രൂപ തനിക്ക് ചെലവായെന്നുമായിരുന്നു ചുള്ളിക്കാട് പറഞ്ഞത്. ചുരുങ്ങിയ ഫണ്ട് കൊണ്ടാണ് സാഹിത്യോത്സവം നടത്തുന്നതെന്ന് കെ സച്ചിദാനന്ദൻ. ബാലചന്ദ്രനുണ്ടായ പ്രശ്നത്തിൽ തങ്ങൾക്ക് സങ്കടമുണ്ട്. ചുള്ളിക്കാട് ഉന്നയിച്ചത് പൊതുവായ പ്രശ്നം. അതിനെ ഒരു വ്യക്തി പ്രശ്നമായി കാണുന്നില്ല. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തു നിന്നുണ്ടായതാണെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഹിത്യ അക്കാദമിയുടെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ 2 മണിക്കൂർ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിച്ചതിന് പ്രതിഫലമായി നൽകിയത് 2400 രൂപ മാത്രമാണെന്നായിരുന്നു ചുള്ളിക്കാട് പറഞ്ഞത്. എറണാകുളത്ത് നിന്ന് തൃശൂർ വരെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്റയും അടക്കം എനിക്ക് ചെലവായത് 3500 രൂപ. 3500 രൂപയിൽ 2400 രൂപ കഴിച്ച് ബാക്കി 1100 രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് ഞാൻ നേടിയ പണത്തിൽ നിന്നാണെന്ന് ചുള്ളിക്കാട് പുറത്തുവിട്ട കുറിപ്പിൽ പറഞ്ഞിരുന്നു. റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ വഴിയരികിൽ നിർത്തിയിരുന്ന ബൈക്കിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാലക്കുടി പരിയാരം സ്വദേശി 25 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. ഒരാഴ്ച മുൻപ് ചാലക്കുടി പരിയാരം അങ്ങാടി കപ്പേളയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പരിയാരം സെന്റ് ജോർജ് പള്ളിയോടനുബന്ധിച്ച അമ്പ് തിരുനാൾ ആഘോഷത്തിനിടെയാണ് സംഭവം. അമ്പ് കടന്നുവരുന്ന വഴിയുടെ അടുത്തുള്ള കടയിൽ നിന്ന് കോഴിയിറച്ചി വാങ്ങാൻ എത്തിയതായിരുന്നു ശ്രീകാന്ത്. ചിക്കൻ ഓർഡർ ചെയ്ത് ബൈക്കിൽ കാത്തിരിക്കുകയായിരുന്നു. അതിനിടെയാണ് കത്തിച്ച പടക്കം തെറിച്ച് ബൈക്കിൽ വീണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് കത്തി നശിച്ചു. ശ്രീകാന്തിന് ഗുരുതരമായി പൊള്ളലേറ്റു. സമീപത്തെ കടയിലേക്കും തീ പടർന്നെങ്കിലും വേഗത്തിൽ അണച്ചു. പരിക്കേറ്റ ശ്രീകാന്ത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയത്. തൃശൂർ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ചരിഞ്ഞു. വെറ്റിലപ്പാറ 10ാം ബ്ലോക്കിലാണ് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. അതേസമയം കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായി. അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ 10ാം ബ്ലോക്കിലാണ് ഇന്ന് രാവിലെ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. കക്കയം ഭാഗത്ത് രാവിലെ തൊഴിലാളികളാണ് ഇത് സംബന്ധിച്ച വിവരം വനം വകുപ്പിന് നൽകിയത്. 2 ദിവസം പഴക്കമുള്ള ജഡമാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ആന ചരിയാനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏകദേശം 45 വയസ്സുള്ള പിടിയാനയുടെ ജഡമാണ് കണ്ടെത്തിയത്. കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആക്രമണമുണ്ടായി. രാവിലെ 7 മണിയോടെ തോട്ടത്തിൽ ജോലിക്കിറങ്ങിയ കുണ്ടായി സ്വദേശി ഭാസ്കരന് പരിക്കേറ്റു. ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ ജോലി തുടരുകയായിരുന്നു. ഭാസ്കരനെ തുമ്പിക്കൈകൊണ്ട് ആന അടിച്ചു വീഴ്ത്തി. കുത്താൻ ശ്രമിച്ചെങ്കിലും ഭാസ്കരൻ ഒഴിഞ്ഞുമാറി. ഈ സമയം അവിടെ ടാപ്പിംഗിനുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളാണ് ആനയെ വിരട്ടിയോടിച്ച് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കൈക്കും ദേഹത്തും പരിക്കേറ്റ തൊഴിലാളിയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതുമൂലം കേരളത്തിലെ ജനങ്ങളുടെ ആനുകൂല്യങ്ങളാണ് നൽകാൻ കഴിയാതെ വരുന്നതെന്നും ഗോവിന്ദൻ.
തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 60% തുക നേർവിപരീതമായി കേന്ദ്രം വെട്ടിക്കുറച്ചു. കേന്ദ്രത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരെ സാമ്പത്തികമായി തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ നേരിടാൻ എല്ലാവരും രംഗത്ത് വരണം. കോൺഗ്രസിന് ഒറ്റയ്ക്ക് BJPയെ തോൽപ്പിക്കാനാകില്ല. നിതീഷ് കുമാർ എങ്ങോട്ട് ചാടിയാലും ജയപരാജയങ്ങളെ ബാധിക്കില്ല. നിതീഷ് കുമാർ പലതവണ ചാടിയ ആളാണ്. BJPക്ക് ആകെ 37% വോട്ട് മാത്രമാണ് ഉള്ളതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുല്ലക്കര രത്നാകരൻ, PMA സലാം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടക്കാഞ്ചേരി ഒന്നാംകല്ല് സ്വദേശി 17-കാരനായ AM മിറാഷാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പുതുവത്സര ദിനത്തിൽ വരവൂരിലുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി വെള്ളിയാഴ്ച രാത്രിയിലാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ സഹയാത്രികനായ മറ്റൊരു വിദ്യാർത്ഥി സുഖം പ്രാപിച്ചു വരികയാണ് എന്നാണ് വിവരങ്ങൾ. മിഴിവേകി മഴമിഴി കമ്പാഷൻ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള സാംസ്കാരിക വിനിമയ കേന്ദ്രമായ ഭാരത് ഭവന്റെ നേതൃത്വത്തിൽ നടന്ന ഭിന്നശേഷി സർഗോത്സവം മഴമിഴി കമ്പാഷൻ മധ്യമേഖലാ സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അവസരങ്ങൾ പരമാവധി വിനിയോഗിച്ച് കർമ്മമേഖലകളിൽ സജീവമായും ആത്മവിശ്വാസത്തോടെയും മുന്നേറണമെന്നും വ്യക്തിത്വ വികസനത്തെയും ഇഴയെടുപ്പുള്ള ബന്ധങ്ങളെയും കല സ്ഫുടം ചെയ്തെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി വിഭാഗത്തിലെ കലാപ്രതിഭകൾക്ക് അവതരണ വേദികൾ ഒരുക്കുകയും ഓരോ കലാപ്രതിഭയ്ക്കും 3000 രൂപ പാരിതോഷികം ലഭിക്കുന്ന രീതിയിലുമാണ് മഴമിഴി കമ്പാഷൻ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരാണ് സർഗോത്സവത്തിൽ പങ്കെടുത്തത്. SSK, ബഡ്സ് സ്കൂൾ, BRC എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ചേറൂർ സെന്റ് ജോസഫ് സ്കൂളിൽ അധ്യാപകരും രക്ഷാകർത്താക്കളും ചേർന്ന് കുട്ടികളെ എത്തിച്ചത്. 660 കലാകാരന്മാർക്കാണ് 2-3 തീയതികളിലായി നടന്ന പരിപാടിയിൽ പങ്കെടുക്കാനായത്. ചിത്രരചന, പെയിന്റിംഗ്, ചെണ്ടമേളം, നൃത്ത ഇനങ്ങൾ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിലാണ് കുട്ടികൾ വേദികൾ കീഴടക്കിയത്. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായി. ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സീനിയർ സൂപ്രണ്ട് പണ്ടു സിന്ധു, വാർഡ് കൌൺസിലർ വില്ലി ജിജോ, സാമൂഹ്യനീതി ജില്ലാ ഓഫീസർ KR പ്രദീപൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത, സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലെറ്റീസിയ, PTA പ്രസിഡന്റ് ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഴമഴയുടെ ഭാഗമായി മഴമഴി കമ്പാഷൻ എന്ന പേര് നൽകിക്കൊണ്ട് നമ്മുടെ ഭിന്നശേഷി കൂട്ടുകാരുടെ സർഗാത്മകമായിട്ടുള്ള പരിപാടികൾക്ക് വേദി സൃഷ്ടിച്ചിരിക്കുകയാണ്. കലാപരവും കായികവുമായിട്ടുള്ള മികവുകൾ വളർത്തിയെടുക്കുന്നതിന് സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യുന്ന മഹാജനസഭയ്ക്ക് നാളെ തൃശൂർ വേദിയാകും. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ആദ്യഘട്ട പാർലമെന്ററി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കും ഇതോടെ തുടക്കമാകും. നാളെ വൈകിട്ട് 3:30 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന മഹാജനസഭ 1,00,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമായാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 25,177 ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, BLA-മാർ എന്നിങ്ങനെ 3 പേർ അടങ്ങുന്ന 75,000-ൽ പരം പ്രവർത്തകരും മണ്ഡലം മുതൽ AICC തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ മഹാജനസഭയിൽ പങ്കെടുക്കും. ബൂത്ത് ശാക്തീകരണത്തിലൂടെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് അടിമുടി മാറ്റം കൊണ്ടുവരാൻ കരുത്ത് പകരുന്ന സമ്മേളനത്തിനാണ് KPCC നേതൃത്വം നൽകുന്നത്. ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളെ AICC അധ്യക്ഷൻ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് മഹാജനസഭ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ബൂത്ത് പ്രസിഡന്റുമാർക്ക് ഫോട്ടോ പതിപ്പിച്ച സ്ഥിരം തിരിച്ചറിയൽ കാർഡ് നൽകാനും KPCC തീരുമാനിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് K. സുധാകരൻ MP-യുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവർ അടക്കമുള്ള നേതാക്കളും പങ്കെടുക്കും. അടിയന്തര പ്രമേയവും വാക്കൌട്ടും അടക്കം യഥാർത്ഥ പാർലമെന്റിന്റെ അതുപോലെ തന്നെ പുനരാവിഷ്കരിച്ച് തൃശൂരിൽ ബാല പാർലമെന്റ് അരങ്ങേറി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് പാർലമെന്റ് നടന്നത്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ബാല പാർലമെന്റ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ്, ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി PK വിജയൻ, കുട്ടികളുടെ പ്രതിനിധി അഖില നന്ദകുമാർ, ബിന്നി ഇമ്മട്ടി തുടങ്ങിയവർ സംസാരിച്ചു. UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ നിന്നായി 500ഓളം കുട്ടികൾ പങ്കെടുത്തു. ജനാധിപത്യത്തെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ വ്യക്തിത്വ വികസനത്തിനും ഉതകം വിധമാണ് പാർലമെന്റ് നടന്നത്. അടിയന്തര പ്രമേയവും വാക്കൌട്ടും എല്ലാം ഉൾപ്പെടുത്തി യഥാർത്ഥ പാർലമെന്റിന്റെ പരിച്ഛേദമായി ഈ പാർലമെന്റ് മാറി. ജില്ലയിൽ ഡിസംബർ 4 മുതൽ 7 വരെ നവകേരള സദസ്സിനോടനുബന്ധിച്ച് ലഭിച്ച നിവേദനങ്ങളിൽ 66.35% മറുപടി നൽകിയതായി ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ അറിയിച്ചു. നിവേദനങ്ങൾ തീർപ്പാക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലയുടെ ചാർജ് ഓഫീസറും റവന്യൂ അഡീഷണൽ സെക്രട്ടറിയുമായ ടിങ്കു ബിസ്വാളിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പുരോഗതി വിലയിരുത്തി. ജില്ലയിൽ 13 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായി 55,647 അപേക്ഷകളാണ് ലഭിച്ചത്. 18,721 എണ്ണമാണ് തീർപ്പാക്കലിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉള്ളത്. എല്ലാ നിവേദനങ്ങളിലും 2 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ റവന്യൂ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി. എത്ര അപേക്ഷകളിലാണ് അനുകൂല പ്രതികൂല മറുപടി നൽകിയതെന്ന് വ്യക്തമാക്കണം. ഉയർന്ന തലത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടവ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് കൈമാറണമെന്നും അവർ അറിയിച്ചു. ഏറ്റവും കൂടുതൽ നിവേദനങ്ങൾ ലഭിച്ചത് LSGD വകുപ്പിലാണ്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളായിരുന്നു ഏറെയും. 91% മറുപടി നൽകിയതായി അധികൃതർ അറിയിച്ചു. സഹകരണം, ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, പോലീസ്, PWD, RTO, KSEB, സാമൂഹിക നീതി, തൊഴിൽ, കൃഷി, പട്ടികജാതി പട്ടികവർഗം, വാട്ടർ അതോറിറ്റി തുടങ്ങി എല്ലാ വകുപ്പുകളുടെയും പുരോഗതി വിലയിരുത്തി വിവിധ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുക, നിയമനങ്ങൾ, പെൻഷൻ, പ്രൊമോഷൻ, UDID കാർഡ് അനുവദിക്കൽ, സിവിൽ കേസുകൾ, കരാറുകാരുടെ തുക അനുവദിക്കൽ, ബസ് റൂട്ട് അനുവദിക്കൽ തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പരാതികൾക്കാണ് മറുപടി നൽകിയത്. കളക്ടറേറ്റിലെ എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ADM T മുരളി, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചേർത്തുപിടിക്കൽ എന്ന പേരിൽ നല്ല മധ്യസ്ഥർ ആയിരുന്ന പൊതുപ്രവർത്തകരെ ആദരിച്ചു. PWD റെസ്റ്റ് ഹൌസിലായിരുന്നു ചടങ്ങ് നടന്നത്. മന്ത്രി K രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A പത്മനാഭൻ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റുമായിരുന്ന KP രാധാകൃഷ്ണൻ, ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK മുരളീധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TP മുഹമ്മദ് കുട്ടി, മുൻ പഞ്ചായത്ത് മെമ്പർ KS ശങ്കരൻ, എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് UK മണി, KM മൊയ്തു, സീനിയർ അഭിഭാഷകൻ MU കുര്യാക്കോസ് എന്നിവരെ മന്ത്രി ആദരിച്ചു. AILU ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KG സന്തോഷ് കുമാർ, അജീഷ് കർക്കിടകത്ത്, AILU വടക്കാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് E പ്രജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സൈബർ ലോ എന്ന വിഷയത്തിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP P സദാനന്ദൻ ക്ലാസ് എടുത്തു. DYFIയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി സെന്ററിൽ VD സതീശന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്കെതിരെ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DYFI മേഖലാ സെക്രട്ടറി MR അനന്തു ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് സിജദ്, ജിനു ഭരതൻ, സുഷി, മറ്റ് മേഖലാ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ മധ്യസ്ഥ തിരുനാൾ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആഘോഷിക്കും. ഇന്നും നാളെയുമാണ് തിരുനാൾ. തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ശനിയാഴ്ച കൊടികയറ്റവും ദിവ്യബലിയും നടന്നു. വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ നേതൃത്വം വഹിച്ചു. വിശുദ്ധന്റെ രൂപം എടുത്തുവെക്കൽ, തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രി 9-ന് വീടുകളിലേക്ക് എഴുന്നള്ളിച്ച അമ്പ് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ തിരിച്ച് ആഘോഷമായി പള്ളിയിൽ എത്തിച്ചേരും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30-ന് ദിവ്യബലി ഉണ്ടായിരിക്കും. രാവിലെ 8-ന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഷിൻസ് വചന സന്ദേശം നൽകും. തുടർന്ന് വിശുദ്ധന്റെ രൂപം വഹിച്ചുകൊണ്ട് ആഘോഷമായ പ്രദക്ഷിണം ഉണ്ടായിരിക്കും. വൈകുന്നേരം 5:30-നും 7-നും പതിവ് പോലെ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. 7 മണിയുടെ ദിവ്യബലിക്ക് ശേഷം ആഘോഷമായി വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ രൂപം എടുത്തുവെക്കുന്നതോടെ തിരുനാൾ സമാപനമാകും. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് സർക്കാർ ഹോമിയോ ആശുപത്രിയിലെ ജനനി കുടുംബാംഗങ്ങളുടെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ആശുപത്രിയിലേക്ക് നടന്ന ചടങ്ങ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S സുജാത, ഡോക്ടർ ബിജുകുമാർ ദാമോദരൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, റഹീം വീട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാജനസഭയോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ നാളെ ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 3 മുതൽ സ്വരാജ് റൌണ്ടിലും അനുബന്ധ റോഡുകളിലും വാഹനങ്ങൾ യാതൊരു കാരണവശാലും പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. കൂടാതെ പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുവാൻ വരുന്നവരുടേതുൾപ്പെടെ എല്ലാ വാഹനങ്ങളും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലങ്ങളിൽ മാത്രം പാർക്ക് ചെയ്യണമെന്നും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടിയുണ്ടാകുമെന്നും ട്രാഫിക് പോലീസ് സ്റ്റേഷൻ SHO അറിയിച്ചു. യാതൊരു കാരണവശാലും പ്രൈവറ്റ് ബസ്സുകൾക്ക് 3 മണി മുതൽ സ്വരാജ് റൌണ്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ലെന്നും പോലീസ് അറിയിച്ചു. തൃശൂർ ജിംഖാന ക്ലബിന്റെ നേതൃത്വത്തിൽ 11ാമത് ഇന്റർനാഷണൽ വെറ്ററൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുക. ഫെബ്രുവരി 6 മുതൽ 11 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 9 വരെ മത്സരങ്ങൾ നടക്കും. 6-ന് വൈകിട്ട് 5-ന് കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഫുട്ബോൾ മാമാങ്കം ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്ക, മലേഷ്യ, ദുബായ് ടീമുകളും മത്സരത്തിൽ പങ്കെടുക്കും. ആദ്യ 4 ദിവസം 4 കളികൾ വീതം ഉണ്ടാകും. 11-നാണ് ഫൈനൽ. പ്രവേശനം സൗജന്യമാണ്. വാർത്താ സമ്മേളനത്തിൽ SH അൻവർ, AM സലീം, MM സലീം, ബാബു പാമ്പൂർ എന്നിവർ സംസാരിച്ചു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3201-ന്റെ 175ാം ക്ലബ്ബായി റോട്ടറി ക്ലബ് ഓഫ് തൃശൂർ എലൈറ്റ് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. തൃശൂർ ദാസ് കോണ്ടിനെന്റലിൽ നടക്കുന്ന ചടങ്ങിൽ ഡിസ്ട്രിക്ട് 3201 ഗവർണർ റൊട്ടേറിയൻ മേജർ ഡോണർ TR വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച രാത്രി 7-നാണ് ചടങ്ങ് നടക്കുക. ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് ക്ലബിന്റെ ആദ്യ സർവീസ് പ്രോജക്റ്റായ വീൽ ചെയർ വിതരണവും അന്നേ ദിവസം നടക്കും. അഡ്വക്കേറ്റ് ടോണി ചാക്കോ, ആദർശ് ഗോവിന്ദ്, അഡ്വക്കേറ്റ് വിഷ്ണു ഹരി, ഷീല നായർ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര തിങ്കളാഴ്ച ജില്ലയിൽ പര്യടനം നടത്തും. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തോടെയാണ് യാത്ര പര്യടനം നടത്തുന്നത്. ജനുവരി 29-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച പര്യടനം തിങ്കളാഴ്ച രാവിലെ 10-നാണ് തൃശൂരിൽ എത്തുക. 100 കണക്കിന് ബൈക്കുകളുടെയും കാറുകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് യാത്രയ്ക്ക് തൃശൂരിലെ സമ്മേളന നഗരിയായ തേക്കിൻകാട് മൈതാനിയിൽ സ്വീകരണമൊരുക്കുക. ജാഥയുടെ ജനറൽ സെക്രട്ടറി ആയ ദേവസ്യ മേച്ചേരി യോഗം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 13-ന് തിരുവനന്തപുരത്താണ് ജാഥയ്ക്ക് സമാപനമാകുക. അന്നേ ദിവസം സമിതിക്ക് കീഴിലുള്ള സംസ്ഥാനത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും മുടക്കമായിരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ VT ജോർജ്, ജോഷി തറാട്ടിൽ, ബിജു എടക്കളത്തൂർ, സെബാസ്റ്റ്യൻ മഞ്ഞളി, AR രഘു എന്നിവർ സംസാരിച്ചു. ഒരേ സമയം 190 പേർക്ക് പാലിയേറ്റീവ് കെയർ കിടത്തി ചികിത്സയും അനുബന്ധ സംവിധാനങ്ങളും ഉറപ്പാക്കുന്ന ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. എടമുട്ടത്താണ് ഹോസ്പീസ് നിർമ്മിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 9:30-ന് നടക്കുന്ന ചടങ്ങിലാണ് നിർമ്മാണോദ്ഘാടനം സംഘടിപ്പിച്ചിരിക്കുന്നത്. 50 ഹൈ ഡിപ്പെൻഡൻസി മുറികൾ, കഴുത്തിന് കീഴെ തളർന്ന ഫിസിയോതെറാപ്പി പരിചരണം ആവശ്യമുള്ള 140 പേരെ പ്രവേശിപ്പിക്കാവുന്ന 70 മുറികൾ, ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ് സെന്റർ, ഡയാലിസിസ് സെന്റർ, കെയർ ഹോം തുടങ്ങിയവയോടെയാണ് ഹോസ്പിസ് ഒരുങ്ങുന്നത്. വാർത്താ സമ്മേളനത്തിൽ KM നൂറുദ്ദീൻ, രവി കണ്ണമ്പിള്ളി, ബാബു പാനിക്കുളം, റഷീദ്, ആതിര, സുരേഷ് ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. G4U ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ G4U ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. G4U ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തതിലെ പ്രതിഫല പ്രശ്നത്തിൽ പരസ്യ വിമർശനം ഉന്നയിച്ച് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പരിപാടിയിൽ പങ്കെടുത്തതിന് തനിക്ക് ധനനഷ്ടമെന്നും കവി. പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ. റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ വഴിയരികിൽ നിർത്തിയിരുന്ന ബൈക്കിന് തീപിടിച്ച സംഭവം. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചാലക്കുടി പരിയാരം സ്വദേശി 25 വയസ്സുള്ള ശ്രീകാന്താണ് മരിച്ചത്. അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ചരിഞ്ഞു. വെറ്റിലപ്പാറ 10ാം ബ്ലോക്കിലാണ് സംഭവം. കണ്ടെത്തിയത് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം. പാലപ്പള്ളിയിൽ ഇന്നും കാട്ടാന ആക്രമണം.
സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതുമൂലം കേരളത്തിലെ ജനങ്ങളുടെ ആനുകൂല്യങ്ങളാണ് നൽകാൻ കഴിയാതെ വരുന്നതെന്നും ഗോവിന്ദൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.